ഐൻസ്റ്റീൻ്റെ കുളിമുറി വലിയ കുളിമുറിയായിരുന്നു എന്നാണ് പറയുന്നത്. ഇതുപോലെ ഐൻസ്റ്റീൻ്റെ കുളി പ്രസിദ്ധമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു ദിവസം ഐൻസ്റ്റീനെ കാണാൻ ഒരാൾ വന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞത്രേ അദ്ദേഹം കുളിക്കുകയാണ്. ഈ കഥ സത്യമാണോ അറിഞ്ഞൂടെ, പറയാൻ വേണ്ടി പറയാം, കഥയ്ക്ക് വേണ്ടി മാത്രം പറയാം. ഐൻസ്റ്റീൻ കുളിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞ സാറല്ല ഞാൻ വെയിറ്റ് ചെയ്യാൻ. അല്ല, ഐൻസ്റ്റീൻ കുളിക്കുകയാണ്, നാളെ വന്നാൽ മതി പറഞ്ഞു. അപ്പം അല്ല അതെന്തപ്പം, അല്ല കുളിക്കാൻ പോയാൽ അങ്ങനെയാണ് അയാൾ. ഇങ്ങനെ ഇതൊരു പതിവായി. ഭാര്യയ്ക്ക് ആകെ ദേഷ്യം പിടിച്ചു. ഇയാളിപ്പോൾ എന്താണ് ഈ കുളിമുറി പോയിട്ട് ചെയ്യുന്നത്? ഉണ്ടോ കരണേശ്വരിൽ ഒട്ടിപ്പിടിക്കുന്നു കാന്തം. ശരി, അപ്പം കുളിക്കാൻ നേരത്തെ ഇയാൾ എന്താ ചെയ്യുന്നത്? ഒരു ദിവസം ഒരു ഭാര്യ ഒരു കസേരയൊക്കെ ഇട്ട് അതിൽ കയറി ഈ ജനൽ പൊക്കി ഇങ്ങനെ നോക്കി ഇയാൾ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ ഈ ബാത്ത് ടബിൽ ഇങ്ങനെ കിടക്കുക. എന്നിട്ട് നന്നായി പതപ്പിച്ചിട്ടുണ്ട്. പതയിലൊരു കുമിളങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് ഊതിയിട്ട് അങ്ങനെ ഇങ്ങനെ പൊട്ടുന്ന നോക്കിയിട്ട് അങ്ങനെ ചിരിക്കുക. ഭാര്യയാണ് നിങ്ങൾക്ക് ഇതാണല്ലേ അവിടെ പരിപാടി എന്ന് ചോദിച്ചു. ചാടി അങ്ങ് എണീറ്റിട്ട് അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, അത്ര E=mc² എന്ന് എഴുതി. അങ്ങനെയാണ് തമാശയ്ക്ക് പറയുന്ന. പക്ഷെ ആ തലയിൽ ചിന്തിക്കുകയാണ് ആ സമയത്തായിരിക്കും സംഭവിക്കുന്നത്. ഒരാൾ യഥാർത്ഥ സ്വത്വത്തെ പലപ്പോഴും തിരിച്ചറിയുക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. എനിക്കൊരു അനുഭവമുണ്ട്. അനുഭവമല്ല, ഒരു യഥാർത്ഥത്തിലുള്ള ഒരു സന്ദർഭമാണ്. അത് കഴിഞ്ഞ കോവിഡ് കാലത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഞങ്ങൾ ചിദാനന്ദപുരി സ്വാമിയുടെ ആശ്രമത്തിൽ പോയി. ആശ്രമത്തിൽ പോയപ്പം സ്വാമിജി പറഞ്ഞു ഞാനൊരു ഗുഹ ഉണ്ടാക്കിയിട്ടുണ്ട്, ഗുഹ കാണാൻ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, നിങ്ങൾ പോയപ്പോഴും കാണാൻ പറ്റും. ക്ഷേത്രത്തിൻ്റെ അടുത്ത് സ്വാമിയുടെ ഒരു ചെറിയൊരു ധ്യാനമണ്ഡപം പോലെ ഒരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് ഗുഹ കാണിക്കാൻ കൊണ്ടുപോയി. ഗുഹ അപ്പം നിലത്തേക്ക് ഇങ്ങനെ ഇറങ്ങണം. ഒരു വാതിലുണ്ട്, ആ വാതിൽ തുറങ്ങിയാൽ ഇങ്ങനെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങണം. ഇറങ്ങിക്കഴിഞ്ഞാൽ താഴെയാണ് ഗുഹ. അപ്പം ഞങ്ങളവിടെ പോയി നല്ല തണുപ്പ്, കൂരാക്കൂരിട്ട്, നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ആ നിമിഷം ധ്യാന അവസ്ഥയിലേക്ക് പോകും. ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് ഇത്രയും ആഴത്തുള്ള ധ്യാനാനുഭവം ഉണ്ടായിട്ടില്ല. ഞാനും ശ്രീനാഥിയും സ്വാമിജിയും കൂടിയാണ് പോയത്. ഒരു 10 മിനിറ്റും കൂടി അവിടെ ഇരുന്നാൽ ഞങ്ങൾ 3 ആൾ അതിലുണ്ട് എന്നുള്ളത് ഞങ്ങൾ മറന്നു പോകും. പരസ്പരം കാണാനേ പറ്റില്ല, കൂരാക്കൂരിട്ട്. ഭൂമിക്കടിയിലാണ്. അവിടേക്ക് വെന്റിലേഷൻ കിട്ടാൻ വേണ്ടി സ്വാമിജി ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട്. മുകളിൽ ഒരു എക്സോസ്റ്റ് ഫാൻ വെച്ചിട്ട് ഇവിടുത്തെ വായു വലിക്കാനൊക്കെ സ്വാമിജിൻ്റെ തന്നെ എഞ്ചിനീയറിംഗ് വഴി ഒരു പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കയറാൻ നേരത്തിനോട് ചോദിച്ചു ഇത് എന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഗുഹ. ഇത് 98 വരെ ഇവിടെ ഉപയോഗിച്ചിരുന്ന ഒരു സെപ്റ്റിക് ടാങ്കാണ്. അതായത് സെപ്റ്റിക് ടാങ്കാണത്. അപ്പോൾ ഇത് മണ്ണിട്ട് മൂടണ്ടേന്ന് ഇവിടുത്തെ ആശ്രമത്തിലെല്ലാവരും പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിനാ മണ്ണിട്ട് മൂടുന്നത്, ഒരു കൺസ്ട്രക്ഷൻ അല്ലേ, നമുക്ക് ഗുഹയാക്കി ധ്യാനിക്കാൻ ഉപയോഗിക്കാം. ഞാൻ അപ്പം വാസ്തുക്കാരെയൊക്കെ ആലോചിച്ച് നോക്കി കുറച്ച് നേരത്തെ. ഗുഹ സെപ്റ്റിക് ടാങ്ക് ഗുഹയാക്കിയ സന്യാസി എന്നൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഇത്രയും മനോഹരമായ ധ്യാനാനുഭവം എനിക്ക് ഉണ്ടായില്ല അതിൻ്റെ ഉള്ളിലിരുന്നപ്പോൾ. പറയാൻ പറ്റുമോ പുറത്തെവിടെയെങ്കിലും പോയിട്ട് സെപ്റ്റിക് ടാങ്കിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരുന്നിട്ട് ഞാൻ ധ്യാനിച്ചു എന്നൊക്കെ പറയാൻ പറ്റുമോ? അപ്പം ഞാൻ ആലോചിച്ചു സ്വാമി എന്തൊരു പ്രായോഗികമതിയാണ് എന്നൊക്കെ ഞാൻ ആലോചിച്ചു. കഥ പറയാൻ പോകുന്നതല്ല, ഞങ്ങൾ കയറി വന്ന് ഈ കഥ, ഞാൻ ഈ അത്ഭുതം എനിക്ക് വിട്ടുമാറുന്നില്ല. കാരണം ആധ്യാത്മികത എന്ന് പറയുന്നിടത്ത് അദ്വൈതം യഥാർത്ഥ ജീവിതത്തിൽ വരിക എന്ന് അതിൻ്റെ അർത്ഥം. നമ്മുടെ വീട്ടിൽ അപ്പുറത്തെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് കാരണം നമ്മുടെ വീട്ടിൽ സമാധാനം പോകുന്നു എന്ന് വിചാരിക്കുന്ന ഹിന്ദുക്കളുള്ള നാടാണിത്. ഈ വീട്ടിൽ താമസിക്കേണ്ട, ഇവിടുന്ന് മാറിപ്പോവുക. കാരണം എന്താ, അപ്പുറത്തെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ടോയ്ലറ്റ് ഇവിടേക്ക് തിരിഞ്ഞിരിക്കുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ആ സമയത്താണ് ഒരു അദ്വൈതിയായ സന്യാസി സ്വന്തം ആശ്രമത്തിലെ ആ അത്ഭുതത്തിന് ഞാൻ ഇരിക്കുമ്പോൾ ഒരു കുട്ടി, ഇവിടെ ഗുഹ ഉണ്ട്, അവിടെ ഒരു കുട്ടികളെ ക്യാമ്പ് കിടക്കുക, ഒരു DSLR ക്യാമറ ഉണ്ട് അവൻ്റെ അടുത്ത്. ഇപ്പോൾ ചെറിയ പയ്യനാണ്, അവൻ്റെ അടുത്ത് അവൻ ആ ക്യാമറയായിട്ട് ഓടി വന്നു. സ്വാമിജി ഗുഹ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫോട്ടോ. സ്വാമിജി പറഞ്ഞു ഗുഹ അവിടേക്ക് പോകല്ലേ, ഗുഹ എന്താണെന്ന് അറിയോ? അപ്പോൾ ഇങ്ങനെ നിന്നു, അറിഞ്ഞൂടാ. ഗുഹ ഒരു കക്കൂസ് കുഴിയാണ്, നീ പോയി കണ്ടിട്ട് വന്നോളാം. അപ്പോൾ അവൻ പോണ്ടേ അവിടെ എന്താ ഉണ്ടാവുക അറിയില്ലല്ലോ, പോണോ അല്ല കുഴപ്പമൊന്നുമില്ല, പണ്ട് ഉപയോഗിച്ചാൽ പൊയ്ക്കോ പറഞ്ഞു. അങ്ങനെ അവൻ പോയി. വന്ന അത്ര സന്തോഷത്തിലല്ല. കാര്യം ഞങ്ങളോട് ആദ്യം പറഞ്ഞ് ഞങ്ങൾ ഇതുപോലെ തന്നെ സ്വാമി പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞ് പോയിരുന്നേ. അപ്പം ആരും പോവോ? നിങ്ങളപ്പോൾ വിളിച്ചിട്ട് സെപ്റ്റിക് ടാങ്ക് കാണിച്ചു തരാം, നിങ്ങൾ ആരും പോവോ? ആരും പോവില്ല. ഇവൻ്റെ അടുത്ത് സ്വാമി ആദ്യമേ പറഞ്ഞു. ഇവൻ ഇതൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ സ്വാമി വെച്ച് കണ്ടോ
കണ്ടു. അപ്പം എന്താണ് ഇത് മനസ്സിലായോ? അപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ സെപ്റ്റിക് ടാങ്ക് എന്താണ് സാധനം എന്ന് ചോദിച്ചു. മലം ഒഴുകി ചെല്ലുന്ന സ്ഥലമാണ്. അത് ഒരു ടോയ്ലറ്റിനോടാണ് ഘടിപ്പിച്ചിരിക്കുക. എന്താണ് ടോയ്ലറ്റ് ചോദ്യം. അപ്പോൾ ഒന്ന് പരിങ്ങി. മലം വിസർജിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം ആണല്ലോ. ആണ്. മലം വിസർജിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ നിർമ്മലരാവാൻ വേണ്ടി പോകുന്ന സ്ഥലം. ശരീരം നിർമ്മലമാവാൻ വേണ്ടി പോകുന്ന സ്ഥലമാണ് ടോയ്ലറ്റ്. മനസ്സ് നിർമ്മലാവാൻ പോകുന്ന സ്ഥലമാണ് ഗുഹ. അങ്ങനെ സ്വാമിജി അതിനെ പ്രായോഗികമായി കണക്ട് ചെയ്തു അതിമനോഹരമായ വിധത്തിൽ. ഞാൻ ആലോചിച്ചത്, എന്തുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് മനസ്സിന് നിർമ്മലത വരുന്നു? നിർമ്മലത വരുമ്പോൾ ആനന്ദത്തിൽ ആറാടുന്ന ഒരു ആത്മാവിനെ നമ്മൾ അതിൻ്റെ ഗ്ലിംസ് എങ്കിലും കാണാൻ പറ്റുന്നു. ഒറ്റയ്ക്ക് നിൽക്കണം, അപ്പോഴേ പറ്റുള്ളൂ. 2-3 ദിവസം ഒറ്റയ്ക്ക് നിന്നാൽ ഈ 8 ആൾക്കാരും കൂടി നമ്മളെ പിടിയും വലിയും നടത്തും. കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇയാളോട് പിടിയും വലിയും നടത്തിയിട്ട് കാര്യമില്ല, ഇയാൾ ആനന്ദത്തിൽ ആറാടുന്ന ആളാണ്. ആ ആളാണ് എന്ത്? യഥാർത്ഥത്തിലുള്ള ചിതാനന്ദ രൂപ ശിവോഹം മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം എന്ന് ആചാര്യ ശങ്കരൻ പറയുന്ന ആള്. മനസ്സല്ല, ബുദ്ധിയല്ല, ആത്മാവല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ചിത്തമല്ല എന്ന് പറയുന്ന, ശബ്ദമല്ല, സ്പർശമല്ല, രൂപമല്ല, രസമല്ല, ഗന്ധമല്ല, വാക്കല്ല, പാദമല്ല, പാണിയല്ല, പായുവല്ല, ഉപസ്ഥമല്ല, അച്ഛനില്ല, അമ്മയില്ല, മകളില്ല, ഭാര്യയില്ല, ബന്ധുവില്ല, ശത്രുവില്ല, മിത്രമില്ല എന്നൊക്കെ പറയുന്ന ആ തത്വം. ഇതൊന്നുമില്ല, മറിച്ച് ചിതാനന്ദരൂപിയായിട്ടുള്ള ശിവൻ മാത്രമാണ്. ആ അറിയുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ആത്മസ്വരൂപിയായിട്ടുള്ള വ്യക്തി. ഈ ആത്മസ്വരൂപിക്ക് ചുറ്റും ഈ 8 ആൾക്കാരുണ്ട്. ഈ 8 ആൾക്കാർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ആ 8 ആൾക്കാർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ 8ൻ്റെ ഒരു വലയം നമുക്ക് ചുറ്റും രൂപീകരിക്കപ്പെടുകയാണ്. ആ 8ൻ്റെ നടുക്കാണ് യഥാർത്ഥത്തിലുള്ള അതിൻ്റെ കോർ ഇരിക്കുന്നത്. ആ 8 മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് വരുന്ന സമയത്ത് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന രൂപം സ്വീകരിച്ചുവെങ്കിൽ പ്രപഞ്ചത്തിലേക്ക് വരുന്ന സമയത്ത് അത് ആ, ക, ച, ട, ത, പ, യ, ശ തുടങ്ങിയിട്ടുള്ള 7 വ്യഞ്ജനങ്ങളും ഒരു സ്വരവർഗവുമായി. അത് ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്ത് ബ്രാഹ്മി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി തുടങ്ങിയ സപ്തമാതൃകളും മഹാലക്ഷ്മി അല്ലെങ്കിൽ ചണ്ഡിയായിട്ടുള്ള 8ാമത്തോളുമായി. അത് ഭാഷയിലേക്ക് അല്ലെങ്കിൽ സ്തോത്ര രൂപത്തിലേക്ക് വരുന്ന സമയത്ത് അതെന്തായി? അത് വശിനി, കാമേശ്വരി, ജൈനി തുടങ്ങിയിട്ടുള്ള വശിന്യാദി വാഗ് ദേവതകളായി. അത് ശബ്ദത്തിൻ്റെ രൂപത്തിലേക്ക് വരുന്ന സമയത്ത് അഷ്ടസ്ഥാനേഷു വൈഖരി, പര, മൂലാധാര, മൂലാധാരത്തിലിരിക്കുന്ന പര. പശ്യന്തി എവിടെയാണ്? പശ്യന്തി മണിപൂരകത്തിലാണ്. മധ്യമ എവിടെയാണ്? എവിടെ? അനാഹതത്തിലാണ്, ബുദ്ധി സംയുക്ത. വൈഖരി മുഖത്തിലാണ്, അഷ്ടസ്ഥാനേഷു വൈഖരി. പ്രകടിതമായ പ്രപഞ്ചമായി മാറുകയാണ്. എങ്ങനെ? ഒരു ചിന്ത നമ്മുടെ അകത്ത് നിന്ന് ആരംഭിച്ച്, ഇപ്പം ഞാനിപ്പോൾ അടുത്തത് പറയാൻ പോകുന്നത് എന്താണെന്നുള്ളത് ഞാൻ അടുത്തത് പറയാൻ പോകുമ്പോൾ ആണോ ചിന്തിക്കുന്നത്? അല്ല. പക്ഷെ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ മുമ്പേ തന്നെ എനിക്ക് സംസാരിക്കപ്പെട്ട വാക്കിൻ്റെ ഘടനയെക്കുറിച്ചൊരു ബോധ്യമുണ്ട്. ഇനി എന്തൊക്കെയാണ് ഞാൻ സംസാരിക്കേണ്ടതെന്ന് ഞാൻ ഇങ്ങനെ ഘടന പ്ലാൻ ചെയ്യുന്നുണ്ട്. ബുദ്ധി സംയുക്ത മധ്യമയാണത്. ബുദ്ധിയിൽ ഞാനതിനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബുദ്ധിയിൽ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു അവസ്ഥ ഉണ്ട്, ശിഖരസ്ഥ ദർശനം എന്നാണ് അതിനെ സ്വാമി ലക്ഷ്മൺജി മഹാരാജ് പറയുന്നത്. ഒരു മലയുടെ മുകളിലേക്ക് നമ്മൾ കയറിക്കഴിഞ്ഞാൽ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അത് ഗോപാലേട്ടൻ്റെ വീടിയാണോ നാരായണേടത്തിൻ്റെ ചായക്കടയാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. അവിടെ ഒരു കട ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. പക്ഷെ അവിടെ ഒരു കട ഉണ്ട്.
സ്പെസിഫിക് ആയിട്ട് അത് എന്താന്ന് പറയാൻ പറ്റുന്നില്ല. അതുപോലെ എൻ്റെ ചിന്ത പശ്യന്തി രൂപത്തിൽ നിൽക്കുന്നുണ്ട്. ഇനിയോ അതിലും താഴത്തേക്ക് പോയാൽ അത് പരാരൂപത്തിലായി, അത് കാണാൻ പറ്റാത്ത രൂപത്തിൽ. അപ്പൊ പരാരൂപത്തിലിരിക്കുന്ന ഒരു ശക്തി പശ്യന്തി രൂപത്തിൽ ഏതാണ്ടൊരു ആബ്സ്ട്രാക്റ്റായി അവിടുന്ന് ഉയർന്നു വന്ന് ബുദ്ധി അതിൻ്റെ കൂടെ ചേർന്ന് ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടതെന്ന് പറഞ്ഞ് അഷ്ടസ്ഥാനേഷു വൈഖരി, ഞാൻ പറയുന്ന ഓരോ വാക്കും നിങ്ങളുടെ ഉള്ളിൽ ഒരു ലോകത്തെ തീർക്കാൻ പാകത്തിനുള്ളതായി തീരുന്നു. അതുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള ഒരു ലോകത്തെ ഞാൻ നിങ്ങളുടെ ഒക്കെ ഉള്ളിൽ ഒരു ലോകമാക്കി തീർക്കാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ മാത്രമല്ല, എൻ്റെ ഉള്ളിലും അപ്പോൾ ഒരു ലോകത്തെ തീർക്കുന്നുണ്ട്. അതാണ് വശിന്യാദി വാഗ്ദേവതകൾ സൃഷ്ടിക്കുന്ന ലോകം. ഇനി ഇതാര് എന്ന ചോദ്യത്തിന് അഷ്ടമാതൃക്കളാണ് എന്നുള്ള നിയമം എടുത്താൽ അഷ്ടമാതൃക്കൾ ആരൊക്കെയാണ്? നേരത്തെ അവിടെ കണ്ടിട്ടുണ്ടാവും. കൗമാരി തുടങ്ങിയിട്ടുള്ള മാഹേശ്വരി, ബ്രാഹ്മി, വൈഷ്ണവി, അങ്ങനെ അത് പല ഓർഡറിലും പറയും. ആ ഓർഡറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ശക്തികളെല്ലാം തന്നെ. ഇത് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ ഇൻഫിനിറ്റ് പോസിബിലിറ്റീസായി. അപ്പോൾ അതെന്തായി? 64ആയി. അപ്പോൾ 64 യോഗിനികളായി. എന്നാൽ 64 യോഗിനിയിൽ നിന്നോ കോടി ചതുഷ്ടി യോഗിനികൾ. 60 എത്ര 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 ഇരട്ടിയായിട്ടാണ് പോകുന്നത്. അതും ഒരു ഇൻഫിനിറ്റ് നമ്പറിനെ സൂചിപ്പിക്കാനാണ്. മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ്. ഉന്മേഷ നിമിഷോൽപ്പന്ന വിഭിന്ന ഭുവനാവലി. ഉന്മേഷത്തിൻ്റെയും നിമേഷത്തിൻ്റെയും ഇടയിൽ ഭുവനാവലിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഭുവനാവലി, ഭുവനത്തിൻ്റെ കൂട്ടം, മൾട്ടിവേഴ്സ്. യൂണിവേഴ്സ് അല്ല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്രപഞ്ചത്തെ ഉണ്ടാക്കിയിരിക്കുന്നു ഈ 8 കൊണ്ട്. ഈ 8 തന്നെയാണ് യോഗിനി. ഇതിനെ ഓരോന്നിനായി സംഹരിച്ച് വരുമ്പോൾ അവസാനം 8 മാത്രമായി മാറും. അഷ്ടഭൈരവന്മാരുടെ ഒരു വട്ടായി മാറും. ആ വട്ടം അവിടെ നിന്നും ചുരുങ്ങി യഥാർത്ഥത്തിലുള്ള കാലാഗ്നി, കാലഭൈരവന്റെ രൂപത്തിലേക്ക് വരും. ആ സമയത്ത് ഈ സർവപ്രപഞ്ചവും സംഹരിക്കപ്പെടുമ്പോൾ കത്തുന്ന അഗ്നി പ്രളയകാലാഗ്നി രുദ്രന്റെ മുമ്പിൽ ഒരു ദീപാരാധന പോലെയാണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയ ശക്തി മാഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി. ആ സമയത്ത് ഈ ഉണ്ടാക്കപ്പെട്ടത് മുഴുവൻ ഡിസോൾവ് ചെയ്ത് ഇതിലാക്കി മാറി ഒന്നായിട്ട് തീരും. ഈ ഒന്ന് തന്നെ പിന്നെയും ഇങ്ങനെ വികസിച്ച് 64,000 കോടി, അതിൻ്റെ മേലേക്ക് എണ്ണം പറയാവുന്നതിലും എണ്ണം കൂടി വരും. അതുകൊണ്ടാണ് ഭാരതം യോഗിനി എന്ന സംഖ്യയെ പറയുന്ന സമയത്ത് വട്ടമാണ് വരച്ചിരിക്കുന്നത്. മണ്ഡലം എന്നാണ് ഇത് പറയാം. മണ്ഡലാണ്. ആ മണ്ഡലം എന്താണ്? ആരംഭവും ഒടുക്കവും പറയാൻ പറ്റാത്ത സ്ഥലം. ആരംഭിച്ചവനെ അറിയുള്ളൂ എവിടെ ആരംഭിച്ചത്. ഒരു വൃത്തം നിങ്ങൾ വരച്ചു. ഞാനൊരു ബോർഡ് ഉണ്ട്, സങ്കല്പിക്കുക. അവിടെ നിങ്ങളോട് എല്ലാവരും കണ്ണടയ്ക്കാൻ പറയാം. ഞാനൊരു വൃത്തം വരച്ചു. ഞാനാണ് ഈശ്വരൻ എന്ന് വിചാരിക്കുക. ഞാൻ പ്രപഞ്ച വൃത്താണ് വരച്ചത്. നിങ്ങൾ കണ്ണ് തുറന്നാൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക? ഒരു വൃത്തം. ചില ആൾക്കാർ, യുക്തിവാദികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത് ഉണ്ടാക്കിയതല്ല, ഇത് ഉണ്ടായതാ, ഇത് ഇവിടെ ഉണ്ട്. കാരണം അവർ അങ്ങനെയല്ലേ കാണുന്നതിന്. ഇത് ഉണ്ടായതാണ്, ഇത് ഇവിടെ നിലനിൽക്കുന്നതാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത്രേ നമ്മുടെ ലിമിറ്റേഷൻ സമ്മതിക്കാനുള്ളൂ. ഇത് ആരുണ്ടാക്കി എന്ന് പറയാൻ പറ്റിയാരാ? ഉണ്ടാക്കിയൊക്കെ മാത്രമേ ഉള്ളൂ. വരച്ച എനിക്കറിയാം ഞാൻ എവിടെയാണ് പെന്ന് കുത്തിയത്, എവിടെയാണ് ചോക്ക് കുത്തിയത്, എവിടെയാണ് അവസാനിപ്പിച്ചതെന്ന്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചവൃത്തം ആരംഭിച്ചെടുത്ത് തന്നെയാണ് അവസാനിച്ചതും. നല്ലത് വൃത്തമാവും. ആരംഭം തന്നെയാണ് ഒടുക്കവും. ഉപനിഷത്ത് മനോഹരമായിട്ട് അതിനെ പറയുന്നുണ്ട്. അസത്തോമ സദ്ഗമയ, അസത്ത് തന്നെയാണ് സത്യം. തമസോമ ജ്യോതിർഗമയ, തമസ് തന്നെയാണ് ജ്യോതിസ്. മൃത്യോർമ അമൃതംഗമയ, മൃത്യു തന്നെയാണ് അമൃതം. മൃത്യുവിൽ നിന്ന് അമൃതത്വത്തിലേക്ക്, ആ ഇൽ നിന്ന് എല്ലാത്തിനും ഒഴിവാക്കിയാൽ ഇതെല്ലാം ഒന്ന് തന്നെ. തോമസിൻ്റെ സുവിശേഷം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്.
കോപ്റ്റിക് സഭ, ഈജിപ്തിൽ കോപ്റ്റിക് സഭ എന്ന് പറയുന്ന സഭ ഉണ്ട്. അതിനെ സാമ്പ്രദായിക ക്രിസ്ത്യാനികൾ സമ്മതിച്ചിട്ടില്ല. അവർക്ക് സ്വന്തമായ ഒരു സുവിശേഷമുണ്ട്, തോമസ് എഴുതിയ സുവിശേഷം. തോമസ് യേശുവിൻ്റെ പ്രധാനപ്പെട്ട ആളാണെങ്കിലും മലയാളികളായിട്ടുള്ള ക്രിസ്ത്യാനികളൊക്കെ തോമസിൻ്റെ പേരിലാണ് അഭിമാനിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിലുള്ള സാമ്പ്രദായിക സത്യക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന സാമ്പ്രദായിക ക്രിസ്ത്യാനികൾക്ക് തോമസിനോട് വലിയ താല്പര്യമില്ല. കാരണം ഡൗട്ടിങ് തോമസ് എന്ന് വിളിക്കുക, സന്ദേഹിയായ തോമ. യേശു മരിച്ച് ഉജ്ജീവിച്ച് വന്നപ്പോൾ ഞാൻ വിശ്വസിക്കൂല എന്ന് പറഞ്ഞു. ഇതെന്തോ തട്ടിപ്പാണ്, ഞാൻ വിശ്വസിക്കൂല, നിങ്ങൾ അവരും കൂടി പ്ലാൻ ചെയ്ത് തട്ടിപ്പാണ്, ആണിപ്പഴത്തിൽ വിരലിടാതെ ഞാൻ വിശ്വസിക്കൂല എന്ന് പറഞ്ഞ സത്യാന്വേഷിയാണ് തോമസ്. ആ സത്യാന്വേഷണം, ഗുരുവിനെ സംശയിച്ച സത്യാന്വേഷണം ഉള്ളത് കൊണ്ട് തോമസിന് സാമ്പ്രദായിക ക്രിസ്ത്യാനികൾക്കിടയിൽ വലിയ വില. അതുകൊണ്ട് തോമസിന് മാത്രം സുവിശേഷമില്ല. മത്തായിക്ക് സുവിശേഷമുണ്ട്, ലൂക്കയ്ക്ക് സുവിശേഷമുണ്ട്, തോമസിന് സുവിശേഷമില്ല. പക്ഷേ ഈജിപ്തിൽ ഒരു സഭയുണ്ട്, കോപ്റ്റിക് സഭ. അവിടെ 2 സഹോദരന്മാർ നില ഉഴുന്നതിൻ്റെ ഇടയിൽ ചില മാനുസ്ക്രിപ്റ്റ്സ് കിട്ടി. നാഗ് ഹമദി മാനുസ്ക്രിപ്റ്റ്സ് എന്നതിന് പറയാം. ആ മാനുസ്ക്രിപ്റ്റ്സ് നോക്കി വലിയ തോമസിൻ്റെ സുവിശേഷമാണ്. ഞാൻ ഒരു 2011 അതിനെക്കുറിച്ച് ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു, തോമസിൻ്റെ ഗുപ്തമായ സുവിശേഷം. വിനയചേതൻ എഴുതിയൊരു പുസ്തകമുണ്ട്, വായിച്ചു നോക്കാവുന്നതാണ്, തോമസിൻ്റെ സുവിശേഷം. അതിമനോഹരമായ ഒരു പുസ്തകമാണ്. ഓഷോവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, മസ്റ്റാർഡ് സീഡ്സ് എന്ന പുസ്തകത്തിൻ്റെ പേര്. അതിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ശിഷ്യന്മാർ. അല്ലയോ യേശു, നീ ദയവായി ഞങ്ങളുടെ അന്ത്യത്തെക്കുറിച്ച് പറഞ്ഞാൽ. എല്ലാവർക്കും താല്പര്യം അന്ത്യത്തെക്കുറിച്ച് അറിയാനാണ്. മതങ്ങളൊക്കെ ജീവിക്കുന്നത് അന്ത്യം വിറ്റിട്ടാണ്. അന്ത്യം ഒരു കോമയാണ്. ഫുൾ സ്റ്റോപ്പ് ആയിരുന്നെങ്കിൽ ഒരൊറ്റ മതം ലോകത്തുണ്ടാവില്ല. അന്ത്യം കോമയായതുകൊണ്ടാണ് മതങ്ങൾ നിലനിൽക്കുന്നത്. ആരും അപ്പുറത്ത് പോയിട്ട് കാര്യം വന്നു പറഞ്ഞാൽ ആകെ ഒരു നചികേതസിനെ നമുക്ക് അറിഞ്ഞുവിടും. എന്നാലും ഒരു സംശയമുണ്ട്, പോയത് തന്നെയാണോ? ഉറപ്പൊന്നുമില്ല, ഒരു കോമയാണ്, ഡൗട്ടാണ്. ഒരു ഫുൾ സ്റ്റോപ്പ് ആയിരുന്നെങ്കിൽ മതങ്ങളൊക്കെ അപ്പം പൂട്ടിപ്പോവുക, ഒപ്പം യുക്തിവാദികളും പണി പൂട്ടിപ്പോവുക. മതങ്ങളിലോടാണല്ലോ ഇവർ നിലനിൽക്കുന്നത്. ഇവർ രണ്ടുപേരും ഈ പരിപാടി അവസാനിപ്പിക്കും. അപ്പം അന്ത്യത്തെക്കുറിച്ച് പറഞ്ഞാലും ഓഷോ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്. മരണാനന്തരം ഒരു ജീവിതമുണ്ടോ എന്നൊരു ചോദ്യം ഓഷോനോട് ഒരാൾ ചോദിക്കുന്നത്. ഓഷോ അതിന് തിരിച്ചു ചോദിക്കുന്നത് മരണത്തിന് മുമ്പ് ഒരു ജീവിതം ഉണ്ടോയെന്നാണ്. മരിച്ചു കഴിഞ്ഞാൽ ജീവിതം ഉണ്ടോ എന്നുള്ളതാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. ഓഷോ ചോദിക്കുന്നത് മരിക്കുന്നതിന് മുമ്പ് ജീവിതം ഉണ്ടോയെന്നുണ്ടോ? EMI അടയ്ക്കണം, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, വീട്ടുകാരുടെ കാര്യം, മക്കളെ കാര്യം, ആരെയും ജീവിക്കുന്നുണ്ടോ? മരിക്കുന്നവരെ മരിക്കാൻ ജീവിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ, അല്ലേ? സത്യസന്ധമായി പറഞ്ഞാൽ അതിന് മുമ്പ് സെലിബ്രേഷൻ ഇല്ല, ഒരു സെലിബ്രേഷനും ഇല്ല. എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ ലൈഫിന് ഉണ്ടോ? ഇപ്പോൾ കുറേയൊക്കെ മാറി വരുന്നുണ്ട്. ജെൻസിയൊക്കെ വിവരം വെച്ച് പോയി. അല്ലാത്ത പിള്ളേരെ കാര്യമൊക്കെ പോക്കാണ്. അതിനെക്കൊണ്ട് അവർക്ക് നന്ദഗോവിന്ദ ഭജൻസിനും പോയി ചാടാൻ പറ്റും, അവർക്ക് ബ്രോദാവിൻ്റെ ഡാൻസും ചാടാൻ പറ്റും. നമ്മൾ പറയാം അയ്യോ അത് സാംസ്കാരികമായ ചാട്ടം, ഇത് സാംസ്കാരിക അല്ലാത്ത ചാട്ടം. ഏത് സാംസ്കാരികമായ നൃത്തം? ഭജന കേട്ട് തുള്ളുന്നത്. സാംസ്കാരികമായ അല്ലാത്ത നൃത്തം റാപ്പ് കേട്ട് തുള്ളുന്നത്. അവർക്ക് ആ വ്യത്യാസമില്ല. കാരണം അവർക്ക് വിവരമുണ്ടേ നമ്മളെ കേട്ടും. സംഭവം ചാട്ടാണ് പ്രധാനമെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്ത് കേട്ടാലും നിങ്ങൾ ചാടുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം. ആനന്ദ തുന്തിലാവുന്നുണ്ടോ മനസ്സ്? അത് ചെയ്തോ? ഇതാണ് ചോദ്യം. അതാണ് ആധ്യാത്മികത. അപ്പോൾ ആ ചോദ്യം തന്നെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, ഭഗവാനെ ദയവായി ഞങ്ങളുടെ അന്ത്യത്തെക്കുറിച്ച് പറഞ്ഞാലും. അതിന് യേശു തിരിച്ച് മറുപടി പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആദിയെക്കുറിച്ച് അറിയുമെന്നാണ്. ഏതൊരുവൻ ആദിയെ അറിയുന്നു അവൻ അവൻ്റെ അന്ത്യത്തെയും അറിയുന്നു. ആദിയെ അറിയുന്നവന് മാത്രമേ അന്തത്തെ അറിയാനുള്ള സ്കോപ്പുള്ളൂ. എന്ന് വെച്ചാൽ വര തുടങ്ങിയത് എവിടെയാണെന്ന് അറിയുന്നവനെ വര അവസാനിക്കേണ്ടത് എവിടെയാണ് എന്നറിയുകയുള്ളൂ. ആ വര തുടങ്ങിയത് ചൈതന്യവത്തായ ആത്മാവിൻ്റെ ബഹിർസ്ഫുരണത്തിൽ നിന്നാണ്. ആ ബഹിർസ്ഫുരണം എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്? അഷ്ടമാതൃകകളായിട്ടാണ്. ജ്ഞാനാധിഷ്ഠാനം മാതൃക, യോനിവർഗ കലാശരീരം, അഷ്ടമാതൃക. ആ ക അവർഗം, അ ആ ഇ ഈ ഉ ഊ ക ക ഖ അങ്ങനെ കവർഗം ക ച ട ത പ യ ശ വരെ എത്തുന്ന 7 വ്യഞ്ജനങ്ങളും അവർഗവും. അങ്ങനെ പ്രപഞ്ചം എന്ന് പറയുന്ന ബോധം ഉണ്ടായിരിക്കുന്നു. സോണിക്കാണ്. സോണിക്കല്ലേ? സോണിക്കാണ് പ്രപഞ്ചം. സർവപ്രപഞ്ചവും സോണിക്ക.
നിങ്ങൾക്കിപ്പോൾ എന്നെ നോക്കുന്ന സമയത്ത് ഓരോ തവണയും നിങ്ങൾക്ക് എന്നെ നോക്കുന്ന സമയത്ത് രാമാനന്ദ് 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 എന്നുള്ള ശബ്ദങ്ങൾ ഉള്ളിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്. ഞാൻ ഈ വെറുതെ കുപ്പി ഇങ്ങനെ എടുത്ത് പൊക്കി കാണിക്കുമ്പോൾ കുപ്പി 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 ഓരോ തവണ നോക്കുമ്പോൾ നിങ്ങൾ ഉള്ളിൽ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ? നിങ്ങളെ ചുറ്റുമുള്ള ഓരോന്നിനെ നോക്കി നോക്കൂ. ശബ്ദമില്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാഴ്ച കാണുന്നുണ്ടോ നോക്കി നോക്കൂ. സർവ്വതും ശബ്ദം ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്യാമറ ഓരോന്ന് നോക്കും, കസേര, മഞ്ഞ കസേര, പിന്നെ ഡീറ്റെയിലിങ്ങാ, ഒക്കെ ശബ്ദ. ആപ്പിൾ, ചുവന്ന ആപ്പിളല്ല എല്ലാവരെയും മനസ്സിൽ, പക്ഷെ ഞാൻ പച്ച ആപ്പിൾ ആലോചിച്ചു. പച്ച ആപ്പിളായില്ലേ? ഇപ്പോൾ പച്ച ആപ്പിളായി. പച്ച ആപ്പിള് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ബോർഡ് വന്നിട്ട് പച്ച ആപ്പിൾ എന്ന് എഴുതി കാണുകയാണോ? അതോ പച്ച ആപ്പിളിൻ്റെ രൂപമാണോ വന്നത്? ശബ്ദം കേൾക്കുമ്പോൾ രൂപവും, രൂപം കാണുമ്പോൾ ശബ്ദവും സ്വാഭാവികമായി അകത്ത് സംഭവിക്കുന്നുണ്ട്. വാഗർത്താവിവ സംപൃക്തോ വാഗർത്ത പ്രതിപത്തേ ജഗതപിതരോ വന്ദേ പാർവതി പരമേശ്വരൻ എന്ന് കാളിദാസൻ. വാക്കും അർത്ഥവും പോലെ ശിവശക്തികൾ ചേർന്നിരിക്കുകയാണ്. വാക്കെന്ത്? വാക്ക് യഥാർത്ഥമായി അകമേ പ്രതിഷ്ഠിതമായിരിക്കുന്ന പരാവാക്ക് തന്നെയാണ്. അർത്ഥം എന്താണ്? അർത്ഥം 36 തത്വമായിട്ടും, ഏതാ 36 തത്വം? ഈ ഭൂമി വരെ ആയിരിക്കും തത്വമായിട്ടും, 5 കലകളായിട്ടും, 118 ഭുവനങ്ങളായിട്ടും, വിഭിന്ന ഭുവനങ്ങളായിട്ടും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതാണ് അർത്ഥം. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് ഈ ഇരട്ടിപ്പിക്കലാണ് സംഭവിക്കുന്നത്. ഇരട്ടിപ്പിക്കലല്ല, ഗുണിക്കലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് യോഗിനികൾ ഈ വട്ടത്തിലാണ് ഈ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വട്ടമാണ് യോഗിനി ടെമ്പിളിൻ്റെ ആകൃതി. ആ യോഗിനി ടെമ്പിളിൻ്റെ ആകൃതിയാണ് ഹീരാപൂരിലും റാണി ജരിയാപൂരിലും ഒക്കെ നമ്മൾ കാണുന്നത്. ആ വട്ടത്തിലാണ് യോഗിനികളെ വെച്ചിരിക്കുന്നത്. നടുക്ക് ഒരു ശിവമണ്ഡപമായിരിക്കും, ഒരു ഭൈരവൻ്റെ മണ്ഡപമായിരിക്കും, ചിലപ്പോൾ ത്രിപുരസുന്ദരിയുടെ മണ്ഡപമായിരിക്കും. കാരണം ത്രിപുരസുന്ദരി ഈ 64 യോഗിനികളാൽ ചുറ്റപ്പെട്ടവളാണ്. അഷ്ടമാതൃക്കൾ തന്നെ, അത് അഷ്ടമാതൃക്കളെ നീ നോക്കൂ, ശ്രീചക്രം നോക്കൂ, ശ്രീചക്രത്തിൻ്റെ ചുറ്റും അഷ്ടമാതൃക്കളാണ്. ചതുരത്തിലിരിക്കുന്നത് അഷ്ടമാതൃക്കളാണ്. ആ അഷ്ടമാതൃക്കളെ കടന്നിട്ടേ നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഭൂപുരം എന്ന് പറയുന്ന സാധനമുണ്ട് ശ്രീചക്രത്തിന്, ആ 4 ഗേറ്റ് ആയിട്ടുള്ളൂ. അഷ്ടമാതൃക്കളെ, ഏത് അഷ്ടമാതൃക്കളെ? ഏത് രൂപത്തിൽ? സിദ്ധികളായിക്കൊണ്ട്, അണിമ മഹിമ ഗരിമ തുടങ്ങിയ അഷ്ടസിദ്ധികളായിക്കൊണ്ട് എവിടെ വെച്ചിരിക്കുക? ഭൂപുരത്തിൽ വെച്ചിരിക്കുക. സാധന ചെയ്യുന്ന ഒരാൾ ഭൂപുരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം നേരിടുന്ന കോട്ടയുടെ പേരാണ് സിദ്ധി. ആ അഷ്ടസിദ്ധികളുടെ പുറത്താണ് ഇന്ദ്രാദി അഷ്ടദിക്പാലകന്മാർ, ദശദിക്പാലകന്മാരെ മുകളിലും താഴെയുണ്ട്. ദശസിദ്ധിയാണ് ശ്രീവിദ്യയിൽ. ഇച്ഛാഭുക്തി എന്ന് പറഞ്ഞ 2 സിദ്ധികളുണ്ട്, മുകളിലും താഴെ. ദശദിക്പാലകന്മാരപ്പുറത്ത് അവരുടെ ആയുധങ്ങൾ. മുകളിലും താഴെ കൂട്ടിയാലാണ് കേട്ടോ ദശം, അല്ലെങ്കിൽ അഷ്ടാണ്. സൗന്ദര്യലഹരി മനോഹരമായിട്ട് ഇതിനെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. എന്താ പറയുന്നതെന്ന് അറിയോ? ഇന്ദ്രാദികൾക്ക് പോലും ശ്രീചക്രത്തിൻ്റെ മധ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. പിന്നെയല്ലേ നമ്മുടെ കാര്യം. എന്താ ശ്രീചക്രത്തിൻ്റെ മധ്യം? ഇതിനാലൊന്നും ഇളകപ്പെടാത്ത ആത്മാവ്, ആത്മാഭിന്നമായ ശ്രീവിദ്യ, കുണ്ഡലിനി അഭിന്നമായ ശ്രീവിദ്യ, ത്രിപുരസുന്ദരി അഭിന്നമായ ശ്രീവിദ്യ. അതിലേക്ക് ഇന്ദ്രാദികൾക്ക് പോലും പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. പറയുമ്പോൾ ഒരു പ്രൊട്ടക്ഷനാണ് നിൽക്കുന്നത്. പക്ഷെ സൗന്ദര്യലഹരികാരൻ പറയുന്നത് അഷ്ടസിദ്ധികളെ കടന്നിട്ട് ഇന്ദ്രാദികൾക്ക് പോലും വരാൻ പറ്റുന്നില്ല. ഒരു സെക്യൂരിറ്റി ഉണ്ട്, അപ്പുറത്തൊരു സെക്യൂരിറ്റി ഉണ്ട്. ആ സെക്യൂരിറ്റി ഈ സെക്യൂരിറ്റി തടയുക. അപ്പൊ 3 ലെവൽ സെക്യൂരിറ്റിയാണ്. ഭൂപുരത്രയം, ആയുധം, ദിക്പാലകന്മാര്, അഷ്ടസിദ്ധികൾ. സാധന ആരംഭിക്കുമ്പോൾ തന്നെ വേറൊരാളുടെ മനസ്സ് വായിക്കാൻ പറ്റുക. സാധന നിർത്തിയില്ലേ, പിന്നെ മനസ്സ് വായിക്കലല്ലേ പരിപാടി. പിന്നെ വരും, നിങ്ങളിപ്പോൾ ഇതാണല്ലേ ചിന്തിക്കുന്നത്, അത് ശരിയാണ്. പ്രാഗാമ്യം, അവിടെയുള്ള സാധനം എവിടെ എടുക്കാൻ പറ്റുക? പിന്നെന്താ? പിന്നെ ഭസ്മം എടുക്കൽ, മോതിരം എടുക്കൽ, രുദ്രാക്ഷ എടുക്കൽ, ഇത് തന്നെ പരിപാടി. സാധനയ്ക്ക് പിന്നെ ആർക്കാ നേരം? ഇന്ദ്രാദികൾ പോലും അതിൽ കുടുങ്ങി പോകുന്നു. അപ്പോൾ സാധാരണ മനുഷ്യൻ്റെ കാര്യം പറയണം.
ഇനി അഷ്ടസിദ്ധികളൊന്നും പോണ്ട. ഈ അഷ്ടമാതൃക്കളായിരിക്കുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളും ഈ മനോബുദ്ധി അഹങ്കാരങ്ങളെയും ജയിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ആ ജയിക്കാൻ പറ്റിയാൽ ആ അകത്തേക്കുള്ള പ്രവേശനം സാധ്യമാണ്. അവിടെ തടയുന്നവളും യോഗിനിയാണ്, വിയോഗിനിയാണ്. യോജിപ്പിക്കുന്ന യോഗിനിയാണ്, സംയോഗിനിയാണ്. അങ്ങനെ യോജിപ്പിക്കുന്ന ജോലി എടുക്കുന്നവളെയാണ് യോഗിനി 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 എന്ന് വിളിക്കുക. അത് വിവിധങ്ങളായിട്ടുള്ള പ്രാകാരം, ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കാം. വിവിധങ്ങളായിട്ടുള്ള പ്രാകാരങ്ങളിൽ ആ യോഗിനികളെ നമ്മൾ കണ്ടിരിക്കുന്നു. തെരിയോമോർഫിക് ഫോംസ് എന്നാ പറയാം. വരാഹം മുഖം, നാരസിംഹം, കൗശികി എന്ന് പറഞ്ഞൊരു യോഗിനിയുണ്ട്, മൂങ്ങ പോലെ ഉള്ള യോഗിനി, മൂങ്ങയുടെ മുഖമായിട്ടുള്ള യോഗിനികൾ, പട്ടിയുടെ മുഖമായിട്ടുള്ള യോഗിനികൾ, മത്സ്യത്തിൻ്റെ മുഖമുള്ള യോഗിനി, സിംഹമുഖമുള്ള യോഗിനി, പല തരത്തിലുള്ള മുഖങ്ങളോടുകൂടെ യോഗിനി. എന്താ അത്? സർവസൃഷ്ടിയും അതായിട്ട് കാണിച്ചിരിക്കുക. സർവസൃഷ്ടിയും ഇത് തന്നെ. നമ്മൾ കാണാത്ത ജീവികളെ പോലും യോഗിനിയുടെ മുഖത്തിൽ കാണാൻ പറ്റും. അവരൊക്കെ ഇങ്ങനെ വട്ടത്തിലിരിക്കുകയാണ് ത്രിപുരസുന്ദരിക്ക് ചുറ്റും. ഹൂവരുടെ താരയാണ് താരയ്ക്ക് ചുറ്റും, ത്രിപുരസുന്ദരിയാണ് ത്രിപുരയ്ക്ക് ചുറ്റും, കാളിയാണ് കാളിക്ക് ചുറ്റും. ഇങ്ങനെ പല ക്ഷേത്രങ്ങളിലായിട്ട് ഇരിക്കുകയാണ്. ആരെ നോക്കിക്കൊണ്ട്? എല്ലാവരും ഫേസിങ് ദ സെൻറ്റർ. എല്ലാവരും, എവ്രി വൺ ഇസ് ഈഗർ ടു ഗീവ് ഇൻഫർമേഷൻ ടു ദ സെൻറ്റർ. എല്ലാവരും എന്താണ്? ഈഗറാണ് ഇൻഫർമേഷൻസ് ഇങ്ങനെ കൊടുക്കാൻ. ആർക്ക്? ആത്മാവിന്. രാമാനന്ദ് പ്രസംഗിക്കുന്നു, ഇയാളിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരു യോഗിനി ഇങ്ങനെ കൊണ്ടുപോയാ രാമാനന്ദ് പ്രസംഗിച്ച്, എന്നിട്ട് ആത്മാവിന് കൊണ്ടു കൊടുത്തു. അപ്പോൾ വേറെ യോഗിനി പറയാം, അയാൾ എന്തൊക്കെയോ വിവരക്കേട് പറയാം കേട്ടോ. അപ്പോൾ വേറെ യോഗിനി പറയാം, അത് അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ ശരിയാന്ന്. ഇപ്പോൾ എവിടെ പോയിട്ട് ആരോട് ചോദിച്ച് മനസ്സിലാക്കൂ? ഇതൊക്കെ എന്തൊക്കെയോ പറയല്ലേ, ഗൂഗിൾ പോലും ചെയ്താൽ കിട്ടില്ല. ഇങ്ങനെയൊക്കെ ഇതൊക്കെ യോഗിനികൾ എടുക്കുന്ന പണിയാണ് ഇതിൻ്റെ അകത്ത് കിടന്ന്. വെറും തമ്മിൽ കലവില ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ അകത്ത്. അപ്പം യോഗിനി ഹൃദയം എന്നാണ് ഒരു ടെക്സ്റ്റിൻ്റെ പേര്. യോഗിനികളുടെ ഹൃദയം സെൻറ്റർ എന്താ? യോഗിനി ഹൃദയം ശ്രീവിദ്യ. ആ ടെക്സ്റ്റ് ശ്രീവിദ്യ ആയതുകൊണ്ട് കേട്ടോ. ആ മധ്യത്തിലിരിക്കുന്ന ആളെ പിടിച്ചാൽ ഈ പുറത്തിരിക്കുന്നെല്ലാം ഇതായിട്ട് വരും. ഇങ്ങനെ പലതരത്തിൽ ഇതിനെ ഫിലോസഫിക്കലി വ്യാഖ്യാനിക്കാം. ഭാരതത്തിൽ യോഗിനി കൾട്ട് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു കൾട്ടായിരുന്നു. നമ്മുടെ പാർലമെൻറ്റ് കെട്ടിടം പോലും ഹീരാപൂരിലെ യോഗിനി ക്ഷേത്രത്തിൻ്റെ മാതൃകയിലെ പണി കഴിച്ചു. പക്ഷെ ഒറ്റ തവണയേ അവിടെ ഒരു യോഗിനി ഇരുന്നുള്ളൂ. യോഗിനിയല്ല, ഒരു സ്ത്രീ അതിൻ്റെ സ്പീക്കർ സ്ഥാനത്ത് ഇരുന്നുള്ളൂ. അത് കഴിഞ്ഞ സ്പീക്കറായിരുന്നു, ഓർമ്മ ഉണ്ടാവുമല്ലോ. ഞാനിങ്ങനെ വിചാരിച്ചു, രാഷ്ട്രപതിയായിട്ടൊരു സ്പീക്കർ, അകത്തൊരു സ്പീക്കർ, ഇവിടെ ഒരു സ്പീക്കർ, പ്രധാനമന്ത്രി ഏറ്റവും കൂടി ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ആ ത്രികോണം അങ്ങോട്ട് ഇതാവുമായിരുന്നു. അതിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നു ആ സമയത്ത്. കാരണം നിങ്ങളൊരു യോഗിനി ടെമ്പിൾ ഉണ്ടാക്കുന്നു, അതിൻ്റെ സഭാധ്യക്ഷ സ്ഥാനത്ത് ഒരു സ്ത്രീയെ കൊണ്ടിരുത്തുന്നു. അതൊരു വലിയ മെസ്സേജാണ്, വലിയൊരു പ്രവർത്തനമാണ് അവിടെ. അത് സംഭവിച്ചു കുറച്ചു കാലം, അപ്പോൾ വീണ്ടും മാറി. അങ്ങനെ അത് ഞാൻ അതിനൊരു മെറ്റാഫിസിക്കൽ ആംഗിളിൽ കാണുക കേട്ടോ. യോഗിനി ക്ഷേത്രങ്ങളുടെ മധ്യമൊക്കെ കാലിയാണ്, ഒക്കെ ഒഴിവാ. എന്തിനാ ഒഴിവ്? ഹൈപ്പാത്രയിലാണ്, അങ്ങനെയാ പറയാം. ഇതൊരു പോർട്ടലാണെന്നാണ് പറയുന്നത്. ടു ടേക്ക് ഓഫ് ആൻഡ് ടു ലാൻഡ്. ബോധത്തിന് ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനുമുള്ള സ്ഥലമാണ് ഫിലോസഫിക്കലി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മേലാപ്പ യോഗിനികൾ ആകാശത്ത് നിന്ന് ഈ യോഗിനി ക്ഷേത്രത്തിൻ്റെ മധ്യത്തിലേക്ക് ലാൻഡ് ചെയ്യുന്നു എന്നാണ് പറയാം. അപ്പോൾ സാധകരവിടെ ക്ഷേത്രത്തിൽ ഇരുന്ന് ചെയ്യുന്ന സമയത്ത് മേലാപ്പ യോഗിനികൾ മുകളിൽ നിന്ന് ഇറങ്ങി വരും താഴേക്ക്. മേലാപ്പ യോഗിനികൾ പരസ്പരം കാണാനും കേൾക്കാനും മേലാപ്പം എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ള യോഗിനികൾ വരും. എന്നിട്ട് രഹസ്യവിദ്യകൾ പറഞ്ഞു. എല്ലാ വിദ്യയും യോഗിനി വിദ്യയാണ്, എല്ലാ രഹസ്യവിദ്യകളും യോഗിനി വിദ്യകളാണ്. അത് ഉപദേശിക്കും പറയാം. എങ്ങനെ ഉപദേശിക്കും? ടെസ്റ്റ് ചെയ്തിട്ട് ഉപദേശിക്കും. ഇവന് അദ്വൈതം മനസ്സിലുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യും. അതിപ്പോൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക? ഒരാൾ അദ്വൈതിയാണോ അല്ല എന്നെങ്ങനെ നമ്മൾ തിരിച്ചറിയാം? എങ്ങനെ തിരിച്ചറിയാം? അയാൾക്ക് സമദർശിത്വം ഉണ്ടോയെന്ന് നോക്കിയിട്ടാണ്. സമദർശിത്വമുള്ള ഒരാളെ അദ്വൈതി എന്ന് വിളിക്കാവൂ. അദ്വൈതം വായ പറയാനുള്ള സാധനമല്ല, ജീവിതത്തിൽ ഉണ്ടാവാനുള്ള കാര്യമാണ്. മൈക്കെടുത്തിട്ട് ഞാൻ അദ്വൈതിയാണ്
ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ, ജഗത്ത് മിഥ്യയാണ്, ബാക്കി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പറയാം. വിശക്കുണ്ടേ, വിശക്കുമ്പോൾ ബ്രഹ്മം സത്യവും ജഗത്ത് മിഥ്യവും, അപ്പം ജഗത്ത് സത്യവും ബ്രഹ്മം ആഫ്റ്റർ ഭക്ഷണമാവും. ഒരു വ്യാവഹാരിക ലോകത്ത് അങ്ങനെ സംഭവിക്കുള്ളൂ. യഥാർത്ഥ അദ്വൈതിക്ക് അത് സംഭവിക്കുന്നില്ല. താന്ത്രികൻ യഥാർത്ഥ അദ്വൈതി ആവാനുള്ള യാത്രയാണ്. അതെങ്ങനെ തിരിച്ചറിയാം? വളരെ സിമ്പിളാണ്. മലം തിന്നാൻ കൊടുക്കും, നീട്ടും. കഫം, മലം, രക്തം, മൂത്രം, ഇതൊക്കെയാണ് ഓഫറിങ് ദേവിയുടെ വക. കഴിച്ചോളാൻ പറയും. വ്രീളുണ്ടായ ജിഗുപ്സ ഉണ്ടായ അപ്പം പോയി കളയും എന്ന് പറയും. അങ്ങനെ പറയാം. ഞാൻ സീക്രട്ട് യോഗിനി ടെക്സ്റ്റുകളിലുള്ള സാധനങ്ങൾ പറയാം കേട്ടോ. അതൊരുവൻ കഴിക്കുമ്പം അത് അതിമധുരമായ അമൃതമായിട്ട് അവൻ അനുഭവപ്പെടുന്ന പറയുന്നു. പക്ഷെ അത് കഴിക്കാനുള്ള മനസ്സെങ്ങനെ വരും? രാമകൃഷ്ണദേവനൊക്കെ കഴിക്കും. അതുകൊണ്ട് നമ്മളാരും താന്ത്രികരാന്ന് വെറുതെ വിടുവായത്തം പറഞ്ഞ് നടക്കരുത്. എനിക്ക് ഓരോ തവണ താന്ത്രികൻ എന്നൊക്കെ ആൾക്കാർ ഞാൻ പറയുകയോ ചെയ്യുമ്പോൾ എനിക്ക് തോന്നും, അയ്യേ രാമകൃഷ്ണദേവനെ പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ താന്ത്രികരോ? നമ്മൾ തന്ത്രം പഠിക്കാൻ നോക്കുന്ന ആൾക്കാരാണ്, താന്ത്രികരല്ല. പിന്നെ അതൊരു പേരായിട്ട് ഉപയോഗിക്കാമെന്ന് മാത്രം. അവനവൻ്റെ ചോദ്യമാണ്. രാമകൃഷ്ണനോട് ചോദിച്ചു, നിങ്ങൾ മലം കഴിക്കുമോ? രാമകൃഷ്ണൻ ചോദിച്ചു, കഴിക്കാമല്ലോ. അപ്പം തന്നെ പോയിട്ട് ഹൂബ്ലീൻ്റെ തീരത്തുനിന്ന് മല എടുത്ത് കഴിച്ചു. അപ്പോൾ ആൾക്കാർ പറയുകയാണേ, അത് ഉണങ്ങിയ മലമാണ്, അത് അത്ര ബുദ്ധിമുട്ടില്ല, ഫ്രഷ് കഴിക്കണം. രാമകൃഷ്ണൻ നാളെ രാവിലെ കാണിച്ചു തരാറ്. ടെസ്റ്റാണ്. പിറ്റേ ദിവസം രാവിലെ ആളുകൾ ഇത് നിർവഹിച്ച് കഴിഞ്ഞ ഉടനെ പുള്ളി പോയി ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. കഴിച്ചു, ഒരു ബുദ്ധിമുട്ടുമില്ല. അതാണ് രാമകൃഷ്ണദേവൻ. ഇവരൊക്കെ യോഗിനി വന്നാൽ നേരെ മുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അതാണ് മേലാപ്പ യോഗിനികളുടെ സ്വഭാവം. ഇത് ഞാൻ സെലസ്റ്റിയൽ യോഗിനികളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ടെറസ്ട്രിയൽ യോഗിനികളെ കുറിച്ച് പറയാം. ഭൂമിയിലുള്ള യോഗിനികൾ അതുണ്ടായിരുന്നു ഭാരതത്തിൽ. യോഗിനി കുലങ്ങളുണ്ടായിരുന്നു. ആ കുലങ്ങളൊക്കെ ഇപ്പോൾ ഏതാണ്ട് ക്ഷയിച്ചു പോയി. ഭാരതത്തിലെ ശക്തിപീഠങ്ങളുടെ അടുത്തൊക്കെ പ്രധാനമായിട്ട് കാമരൂപമാണ് ഇതിൻ്റെ സ്ഥലം. കാമരൂപത്തിൽ ഒഡീഷ പ്രധാനമായിട്ടും, ബംഗാൾ, കാമാഖ്യ, അപ്പോൾ മേഘാലയ, അവിടേക്കൊക്കെ വേറെ വേറെ രീതിയിലുണ്ട്. ഈ പ്രധാന സ്ഥലങ്ങൾ ത്രിപുരേശ്വരി ക്ഷേത്രം, താരാതാരിണി ക്ഷേത്രം, ഒഡീഷയിലുള്ള ചില സ്ഥലങ്ങൾ, വിരജനെയും കണ്ടോടെ, വിരജ യോഗിനിയെ. വിരജ ആരാണ്? വിരജ പുരി ജഗന്നാഥൻ്റെ ശക്തിയാണ്. ഇനി മുകളിലുള്ള കാമാഖ്യ, ഈ ക്ഷേത്രം ഉജ്ജയിനിലുണ്ടായിരുന്നു. ഈ ക്ഷേത്രങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് അടുത്തൊക്കെ ആയിട്ട് യോഗിനി കുലങ്ങളുണ്ടായിരുന്നു, യോഗിനി ഹൗസ് ഹോൾഡ്സ്. അവരുടെ പണി എന്താ? നമ്മൾ വിദ്യ തേടി പോയാൽ വിദ്യ പറഞ്ഞുതരാം. ടെസ്റ്റാണ്. 64 കലകളും പഠിപ്പിക്കും, എല്ലാ വിദ്യകളും പഠിപ്പിക്കും, എല്ലാം ഉണ്ടാവും അതിൻ്റെ അകത്ത്. പിന്നീട് ഭാരതത്തിൽ വന്ന ദേവദാസി സമ്പ്രദായത്തിന് പോലും അതിൻ്റെ ഒരു ഛായ വീണ് കിടക്കുന്നുണ്ട്. ദേവദാസികളെ കുറിച്ച് ഇപ്പം മാറിയ രീതിയിലുള്ള പഠനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ദേവദാസികൾ ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. ഇന്ന് അങ്ങനെയല്ല. ദേവദാസികൾ അറിവിൻ്റെ വലിയ കലികകളായിരുന്നു എന്നുള്ള പഠനങ്ങളുണ്ട്. യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്നത്. യൂറോപ്പിൽ എല്ലാ ദിവസവും ഓരോ കലികയെ ചുട്ടുവന്ന് ഇല്ലാണ്ടാക്കിയതാണ്. ജോൺ ഓഫ് ആർക്കിനൊക്കെ അങ്ങനെ ചുട്ടുവന്നതാണ്. പേഗൻ മതത്തിൽ ധാരാളം കലികളുണ്ട്. നിങ്ങളൊരു സിനിമ കാണണം, അഘോറ എന്നാ സിനിമയുടെ പേര്, ഓസ്കാർ മൂവിയാണ്. ഹൈപ്പേഷ്യ എന്ന് പറയുന്ന ഒരു കലികയെ പ്രപഞ്ചത്തിൻ്റെ ഹൈപ്പത്രയിലായിട്ടുള്ള സൗരയൂഥത്തിൻ്റെ ഒരു ഷേപ്പിനെ, ഹൈപ്പത്രയിൽ നിന്ന് ഞാൻ തോന്നുന്നു, ആ ഷേപ്പിനെ പറ്റി പഠിച്ച ഒരു യോഗിനിയെ ക്രിസ്ത്യാനിറ്റി എങ്ങനെയാണ് മുദ്ര കുത്തി കൊന്നു കളഞ്ഞതെന്നുള്ള ഒരു സിനിമയാണ്. സാമ്പ്രദായിക ക്രൈസ്തവ മതം കേട്ടോ, എല്ലാ ഇതിനെ കുറിച്ചല്ല പറഞ്ഞത്. പേഗൻ മതത്തിൽ ഭാരതത്തിലുണ്ടായിരുന്നു അങ്ങനത്തെ യോഗിനികൾ. അവരുടെ അടുത്ത് പോയി നമുക്ക് പഠിക്കായിരുന്നു. അവർ അഷ്ടമാതൃ കുലങ്ങളിൽ പെട്ടവളായിരുന്നു. എങ്ങനെ? ഒന്നെങ്കിൽ കൗമാരി കുലം, വൈഷ്ണവി കുലം, മാഹേശ്വരി കുലം, അങ്ങനെ കുലം ഉണ്ടാവും. അപ്പോൾ എനിക്ക് വിദ്യ പഠിക്കണം. ഇതിൽ നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ഇതിലെനിക്ക് വിദ്യ പഠിക്കണം. ഞാൻ എങ്ങനെ ഒരു ഇതിൽ പോയി പഠിക്കും? ഒരു കുടുംബത്തിൽ പോയി പഠിക്കും. എനിക്ക് മാഹേശ്വരി കുലത്തിലാണ് പോയി പഠിക്കേണ്ടത്. അപ്പോൾ എനിക്കെങ്ങനെ എൻട്രി കിട്ടും? അതൊരു വലിയ ഒരു 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 ടെസ്റ്റാണത്. ടെസ്റ്റല്ല, അതിനൊരു നറുക്കെടുപ്പുണ്ട്. അഷ്ടദളമുള്ളൊരു പത്മം, അതിൽ ആ മുതൽ ശ വരെയുള്ള അക്ഷരങ്ങൾ എഴുതും.
മാതൃകളുടെ. അതിങ്ങനെ കറക്കും. എന്നിട്ട് നന്നായി പ്രാർത്ഥിച്ച്, ഗുരുപരമ്പരയൊക്കെ പ്രാർത്ഥിച്ച് സാധ്യനായിട്ടുള്ള വ്യക്തി അതിലേക്കൊരു പുഷ്പം നിക്ഷേപിക്കും. അത് ഏത് ദളത്തിലാണ് പോയി വീഴുന്നത് അതിന് തത്തുല്യമായ യോഗിനി കുലമേതാ നോക്കും. ഇപ്പോൾ കൗമാരിയുടെ ദലത്തിലാണ് വേണമെങ്കിൽ, ഇപ്പോൾ കൗമാരിയുടെ ദലാണ് നിൻ്റെ ദലം എന്ന് ഗുരുനാഥൻ പറയും. അവിടെ പോയി പഠിച്ചോളാൻ പറയും. അപ്പോൾ കൗമാരിയുടെ ദലം അന്വേഷിച്ച് ഭാരതം മുഴുവൻ യാത്രയാണ്. അങ്ങനെ യാത്ര ചെയ്ത് കൗമാരിയുടെ കുലമുള്ള ഒരു സ്ഥലത്തെത്തും. അവിടുന്ന് നല്ല ആട്ടും തുപ്പും ചീത്തയൊക്കെ കേൾക്കും. ചിലപ്പോൾ പിടിച്ച് പുറത്താക്കും, ചിലപ്പോൾ അടിച്ചു ഓടിക്കും ഒക്കെ ചെയ്യും. എന്നാലും അവിടെ നിന്ന് ആ കൗമാരി കുലത്തിലേക്ക് ഒരു എൻട്രി. അങ്ങനെ അവിടുന്ന് പഠിക്കും. ഇങ്ങനെയാണ് ഭാരതത്തിൽ യോഗിനി വിദ്യ പ്രചരിച്ചത്. ആ കുലങ്ങളൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അത് ഇല്ല എന്നല്ല, ആ കുടുംബമൊക്കെ ഇപ്പോഴും ഉണ്ട്. ഞാൻ അതിൽ 3-4 കുടുംബത്തിനെ കണ്ടിട്ടുണ്ട് കാമാഖ്യയിൽ പോയ സമയത്ത്. നിങ്ങൾക്കും കാണാൻ പറ്റും. കാമാഖ്യയിൽ കുമാരി പൂജ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ചെറിയ കുട്ടികളതായി മോളെക്കാട്ടൊക്കെ കുറച്ച് വലുപ്പമുള്ള കുട്ടികളെങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ കാലൊക്കെ പൂജ ചെയ്യും. ആ കുട്ടികൾ നമ്മളെ കാണുമ്പോൾ അറിയാം പാവങ്ങൾ, പട്ടിണിയാണ് അവർക്ക്. എന്നുവെച്ചാൽ അത്രയും ബുദ്ധിമുട്ടാണ്. എല്ലാം കൊന്തി ചെറിയ കുട്ടികൾ എന്തെങ്കിലും ഒരു പൈസ കിട്ടണമെന്നുള്ളതാണ്. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് അറിയുമോ? ഒരു കാലത്ത് ഭാരതത്തിൻ്റെ ജ്ഞാനസമ്പത്ത് കൈകാര്യം ചെയ്ത കുലങ്ങൾ നശിച്ചു പോയിട്ട് ഇന്നും അത് കേവലം ഒരു ചടങ്ങായി മാത്രം തുടരുന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. സങ്കടം വരും നമുക്ക്. ആ കുട്ടികളെ കുടുംബം ഏതാണെന്ന് അന്വേഷിച്ച് നോക്കിയാൽ ഒരു കാലത്ത് ഈ രഹസ്യവിദ്യകൾ കൈവശം വെച്ചിരുന്ന കുടുംബങ്ങൾ. കൊളോണിയൽ ഭരണം വന്ന സമയത്ത് ഇത്തരത്തിലുള്ള സ്ത്രീ കേന്ദ്രീകൃതമായ ജ്ഞാനവ്യവസ്ഥയെ മുഴുവൻ അടിച്ചമർത്തിക്കളഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഈ യോഗിനി കുലങ്ങൾ അങ്ങനെ ക്ഷയിച്ച് ഈ കുലത്തിലായി. ഇനിയൊരു കാലം വരുമായിരിക്കും യോഗിനികളെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടക്കുകയായിരിക്കും. ബീന ചേച്ചിയൊക്കെ ചിത്രം വരച്ചിട്ടും ഒക്കെ ചെയ്യുന്നത് പോലെ എന്തോ ഒരു സാധനം എവിടെയോ ഒരു ഫയറായിട്ട് കിടക്കുന്നുണ്ടല്ലോ, അതിനെക്കൊണ്ടാണല്ലോ ആളുകൾക്ക് ഇത് തോന്നുന്നത്. ഒരു പക്ഷേ ആ കുലങ്ങളൊക്കെ വീണ്ടും ഒരു നാൾ ഭാരതത്തിൽ ഉയർത്തെഴുന്നേൽക്കുമായിരുന്നു. കേരളത്തിൽ ഇങ്ങനൊരു യോഗിനി കുലം ഉണ്ടോ ചോദ്യം. കേരളത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ ആ നിലയ്ക്കല്ല. മാമാങ്കം നടന്ന സമയത്ത് വള്ളുവനാട് കേന്ദ്രീകരിച്ച് ഇത്തരം രഹസ്യവിദ്യകൾ അഭ്യസിപ്പിക്കുന്ന കുടുംബങ്ങളുണ്ടായിരുന്നു അത്രേ. ആ രഹസ്യവിദ്യകൾ അഭ്യസിച്ച ഒരാൾ വാളുമായി ചെല്ലുന്ന സമയത്ത് മരണഭയമില്ല എന്നാണ് പറയുക. മാമാങ്ക വീരന്മാർ, സാമൂതിരിയുടെ പടയോട് മുഴുവൻ ഏറ്റുമുട്ടി മരിച്ച വള്ളുവക്കോനാതിരിയുടെ സൈന്യം മുഴുവൻ ധീരന്മാരായിട്ടുള്ള ആൾക്കാരാണ്. അല്ല, ചെറിയ കുട്ടിയുടെ കഥയാണ് മാമാങ്കം എന്ന് പറയുന്ന പേരിൽ സിനിമയായി. മമ്മൂട്ടി വന്നിട്ട് അതിൻ്റെ ബാലൻസ് മാറിപ്പോയി. പക്ഷേ സിനിമ കുറ്റം പറയല്ല കേട്ടോ, കാരണം അങ്ങനെ ചില സിനിമയ്ക്ക് പറ്റും. മമ്മൂട്ടിയുടെ സിനിമയാണ് ആൾക്കാർ ചോദിക്കുന്നത്. മമ്മൂട്ടിയെക്കുറിച്ചല്ല അത് ആ ചെറിയ കുട്ടിയെക്കുറിച്ചാണ്. അതാരും സെലിബ്രേറ്റ് ചെയ്തില്ല. ആ ചെറിയ കുട്ടി പോയിട്ട് സാമൂതിരി ഇതാക്കാൻ നോക്കിയാൽ എങ്ങനെയാണ് ആ ധൈര്യം വരുന്നത്? അത് ഈ മാതൃകുല പാരമ്പര്യം ഉണ്ടായി വന്നുകൊണ്ടാണ്. നിങ്ങൾ ആ സിനിമയിൽ സൂക്ഷ്മമായിട്ട് അവർ ആ സാധനത്തെ കാണിച്ചിട്ടുണ്ട്. ആ വള്ളുവക്കോനാതിരിയുടെ വീട്ടിൽ തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ 4 സ്ത്രീകളാണ്. ആ സിനിമ ഒന്നും കൂടെ കണ്ടു, റീവിസിറ്റ് ചെയ്ത് നോക്ക്. അങ്ങനെ ഒരു സംവിധാനം ഭാരതത്തിൽ, കേരളത്തിലുണ്ടായിരുന്നു. മാമാങ്കം, മഹാമാഘം അല്ലെങ്കിൽ മാഘമാസത്തിലെ മഘം ആയിക്കൊണ്ട് വലിയൊരു വീരതയുടെയും അതേസമയത്ത് ജ്ഞാനത്തിൻ്റെയും ഒക്കെ ഒരു ഫെസ്റ്റിവലായിട്ട് ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് കേരളം. ഇന്ന് അത് വീണ്ടും നടക്കുന്നുണ്ട്. ഇന്നലെ തിരിതെളിഞ്ഞു. അതിമനോഹരമായ രീതിയിൽ ആ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും പോവുക, കാണുക. നമ്മളെ ഒരു പൈതൃകമായ ഓർമ്മകളുണ്ട് അവിടെയൊക്കെ. അതിനെയൊക്കെ ഉണർത്താനുള്ള സാഹചര്യമായിട്ട് അത് മാറും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.